അണ്ടർ-19 ഏഷ്യ കപ്പിൽ പാകിസ്ഥാനുമായുള്ള പോരാട്ടത്തിന് ഇന്ത്യ ഇറങ്ങുമ്പോൾ അത്ഭുത ബാലൻ 14-കാരനായ വൈഭവ് സൂര്യവംശിയുടെ വെടിക്കെട്ടാണ് ആരാധകർ പ്രതീക്ഷിച്ചിരുന്നത്. ടീമിന്റെ ക്യാപ്റ്റനും IPL-ൽ ചെന്നൈയുടെ യുവ ഓപ്പണറുമായുള്ള ആയുഷ് മാത്രയുടെ പ്രകടനവും ഉറ്റുനോക്കപ്പെട്ടിരുന്നു. എന്നാൽ UAE-യിലെ അക്കാദമി ഗ്രൗണ്ടിൽ നടന്ന മത്സരത്തിൽ ഇന്ത്യക്കായി തേര് തെളിച്ചത് ഒരു മലയാളിയായിരുന്നു, 19-കാരനായ ആരോൺ ജോർജ്. ബാറ്റിംഗ് ദുഷ്കരമായ പിച്ചിൽ പാക് പേസർമാരുടെ കിടിലൻ ബൗളിംഗ് കൂടിയായതോടെ ഇന്ത്യൻ യുവനിരയുടെ തുടക്കം പാളി. UAE-ക്കെതിരെ 95 പന്തിൽ 14 കൂറ്റൻ സിക്സറുകളും 9 ഫോറുകളും അടക്കം 171 റൺസ് നേടിയ വൈഭവ് വെറും 5 റൺസിന് പുറത്തായി. ചിരവൈരികൾ ആഘോഷമാക്കിയ ആ വിക്കറ്റിന് തൊട്ടു പിന്നാലെയാണ് ആരോൺ ക്രീസിലെത്തുന്നത്. ക്യാപ്റ്റൻ ആയുഷ് മാത്രയ്ക്കൊപ്പം ഒരു സെൻസിബിൾ കൂട്ടുകെട്ട് കളിക്കുന്നതിനിടെയാണ് 38 റൺസ് എടുത്തു നിൽക്കുകയായിരുന്ന മാത്രേ പുറത്താകുന്നത്. എന്നാൽ അവിടുന്ന് അങ്ങോട്ട് ആരോൺ ഇന്ത്യയുടെ രക്ഷാപ്രവർത്തനം ഒറ്റയ്ക്ക് ഏറ്റെടുത്തു. 88 പന്തിൽ 12 ഫോറുകളും ഒരു സിക്സറും അടക്കം 85 റൺസാണ് ആരോൺ നേടിയത്. അർഹിച്ച സെഞ്ചുറിക്ക് തൊട്ടകലെ വീണെങ്കിലും പാക് പേസർമാരുടെ ഉഗ്രൻ ബൗളിംഗിന് മുന്നിൽ നടത്തിയ ഇന്നിംഗ്സ് വലിയ പ്രശംസയുണ്ടാക്കി. കമന്ററി ബോക്സിൽ നിന്നും ഇന്ത്യൻ ക്രിക്കറ്റിലേക്ക് നെക്സ്റ്റ് സഞ്ജു സാംസൺ എന്നുവരെ പരാമർശമുണ്ടായി. വൈഭവ് വെടിക്കെട്ട് സെഞ്ചുറി തീർത്ത് ഇന്ത്യക്ക് 234 റൺസിന്റെ കൂറ്റൻ ജയം സമ്മാനിച്ച UAE-ക്കെതിരായ മത്സരത്തിലും ആരോൺ അർദ്ധ സെഞ്ചുറി നേടിയിരുന്നു. 73 പന്തിൽ ഒരു സിക്സറും 7 ഫോറും അടക്കം 69 റൺസ് നേടിയ ക്ലാസിക് ഇന്നിംഗ്സ്. ഈ വർഷം വിനുമങ്കാദ് അണ്ടർ-19 കിരീടത്തിൽ ഹൈദരാബാദ് മുത്തമിട്ടപ്പോൾ അതിന്റെ അമരത്ത് ക്യാപ്റ്റനായി ആരോൺ ഉണ്ടായിരുന്നു. ടൂർണമെന്റ് ചരിത്രത്തിലെ ഏറ്റവും മികച്ച സ്ട്രൈക്ക് റേറ്റിൽ ഏറ്റവും അധികം സെഞ്ചുറിയുമായി ടീമിനെ മുന്നിൽ നിന്നും നയിച്ച ആരോണിലൂടെയാണ് വിനുമങ്കാദ് ട്രോഫിയിൽ ഹൈദരാബാദ് കിരീടം നേടിയത്. ആ നേട്ടത്തിനുള്ള അംഗീകാരം എന്നോളമാണ് ഏഷ്യ കപ്പിനുള്ള ഇന്ത്യൻ അണ്ടർ-19 ടീമിലേക്കും ആരോണിന് വിളിയെത്തുന്നത്. അതും ഉജ്ജ്വലമാക്കുകയാണ് മാവേലിക്കര സ്വദേശിയായ ഈശോ വർഗീസിന്റെയും കോട്ടയം സ്വദേശിനിയായ പ്രീതി വർഗീസിന്റെയും മകനായ ആരോൺ. ജനിച്ചത് കേരളത്തിലാണെങ്കിലും വളർന്നത് ഹൈദരാബാദിലായിരുന്നു. ഹൈദരാബാദ് പോലീസിൽ സബ് ഇൻസ്പെക്ടർ ആയിരുന്ന, പിന്നീട് സ്വകാര്യ സ്ഥാപനത്തിലേക്ക് മാറിയ ഈശോ വർഗീസിനും ചെറുപ്പം മുതൽ ക്രിക്കറ്റ് ആയിരുന്നു ഇഷ്ടവിഷയം. പ്രൊഫഷണൽ ക്രിക്കറ്റിലേക്ക് കടക്കാനുള്ള അവസരമോ പിന്തുണയോ ഈശോക്ക് ലഭിച്ചില്ല. മകനെ ക്രിക്കറ്ററാക്കാനും ആഗ്രഹിച്ചു. ആരോണിനെ 6-ാം വയസ്സിൽ ഈശോ ക്രിക്കറ്റ് പരിശീലനത്തിന് അയച്ചു. വിജയ് മർച്ചന്റ് അണ്ടർ-16 ട്രോഫിയിൽ ബീഹാറിനെതിരെ ഹൈദരാബാദിനായി ഒരു ട്രിപ്പിൾ സെഞ്ചുറി നേടിയതോടെ ആരോൺ തന്റെ വഴി ഉറപ്പിച്ചു. കുട്ടിക്കാലത്ത് പിറന്നാൾ സമ്മാനമായി ലഭിച്ച പ്ലാസ്റ്റിക് ബാറ്റ് ഉപയോഗിച്ച് പിതാവിനൊപ്പം കളിച്ചു തുടങ്ങിയതാണ് ആരോൺ. മകന്റെ ക്രിക്കറ്റ് സ്വപ്നങ്ങൾക്ക് പൂർണ്ണ പിന്തുണ നൽകുന്നതിനായി പോലീസ് ജോലി ഉപേക്ഷിച്ച് കോർപ്പറേറ്റ് മേഖലയിലേക്ക് മാറിയ വ്യക്തി കൂടിയാണ് അച്ഛൻ. കണക്കിൽ ബിരുദാനന്തര ബിരുദധാരിയായ മാതാവും കൂടെയുണ്ട്. ഇന്ത്യൻ സീനിയർ ദേശീയ ടീമിൽ കളിക്കുക എന്ന വലിയ സ്വപ്നത്തിലേക്ക് അതിവേഗം നടന്നെടുക്കുമ്പോൾ നമുക്കും പ്രതീക്ഷിക്കാം ആർപ്പുവിളിക്കാൻ സഞ്ജു സാംസണെ പോലെ ഒരു മലയാളിയെ.